ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഒരു ഫെബ്രുവരി മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും മാച്ച് ആവില്ല, റെസൊനേറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ മാച്ച് ആവണ സംഭവങ്ങൾ, കാര്യങ്ങൾ എടുക്കുക, മാച്ച് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. നിങ്ങൾ എത്രയും ഇൻട്രാക്ട് ചെയ്യണോ എൻ്റെ ചാനലിൻ്റെ കൂടെ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ അതിൻ്റെ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാനെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ലിയോ എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരിയുടെ 9 of Wands ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിൽ എന്താ എനർജി ഉള്ളത്? പാസ്റ്റ് എനർജി ലിയോയുടെ വീൽ ഓഫ് ഫോർച്യൂൺ. കറണ്ട് എനർജി ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് എനർജിയിൽ ഏസ് ഓഫ് വാൻസ്. ഫ്യൂച്ചർ എനർജി ലിയോയുടെ 3 of Swords. അപ്പോൾ ലിയോ ഇവിടെ ഞാൻ കാണുന്നത് 9 of Wands ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നേ. അത് കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം. കുറേ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ, കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട്, ബോൾഡായിട്ട് അതിനൊക്കെ ഫേസ് ചെയ്തു. അപ്പോൾ മനസ്സിൽ ഇപ്പോൾ ഒരു പേടി വന്നിരിക്കണോ, അത് ഇപ്പോൾ വരാൻ പോണ സമയം എങ്ങനെയാവും, എന്താണ് ഇപ്പോൾ നെക്സ്റ്റ് എനിക്ക് ചെയ്യേണ്ടത്, അതിലൊക്കെ കുറച്ചൊരു പേടിയുണ്ട്, ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമോ, അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരു തോട്ട്, അത് ഇങ്ങനെ പ്രോബ്ലംസ് ആദ്യം എൻ്റെ ലൈഫിൽ ഉണ്ടാവുമോ. അപ്പം ഞാൻ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു പുതിയ പേഴ്സണെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പുതിയ പേഴ്സൺ അല്ല വെച്ചാൽ ഇതൊരു അറിയണ പേഴ്സൺ ആയിരിക്കാം, പക്ഷേ കുറേ റൊമാൻറ്റിക് എനർജിയുള്ള പേഴ്സൺ, കുറേ ഇമോഷണൽ പേഴ്സൺ, കുറേ ഒരു ഫ്ലേർട്ടിങ് എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അവർ കുറേ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുന്ന ടൈപ്പ് പേഴ്സൺ ആയിരിക്കാം. പറഞ്ഞാൽ ഇമോഷണലി നല്ലൊരു കണക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ നിങ്ങളുടെ മനസ്സിലെ പേടി എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ വർക്കൗട്ട് ആവുമോ, ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇവിടെ 7 of Wands, ചില ബ്ലോക്സും ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ, അതുകൊണ്ടും ഒരു പേടി, ഇത് വർക്കൗട്ട് ആവുമോ. അപ്പോൾ ഗുഡ് ലക്ക് ചാമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു ഡെസ്റ്റിനിയുടെ കാർഡാണ് ഇത്, ഒരു ഗുഡ് ലക്ക് വരണ എനർജിയാണ് ഇത്. പാസ്റ്റിൽ ചില അൺഎക്സ്പെക്റ്റഡ് മാറ്റങ്ങളുണ്ടായി നിങ്ങളുടെ ലൈഫിൽ. ചില സിറ്റുവേഷൻസിൽ ഞാൻ ഒരു എൻഡിങ് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ തുടക്കം, അങ്ങനെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതല്ല വെച്ചാൽ എന്തോ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ഇങ്ങനെ പറഞ്ഞാൽ, അത് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിൽ നിങ്ങൾക്കൊരു കൺട്രോളില്ല, നിങ്ങൾക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ എന്തോ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യണോ, ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. കുറേ ഡിവൈൻ പ്രൊട്ടക്ഷനും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു മാരേജിൽ പ്രശ്നം വന്നിട്ട് ഞാനൊരു സെപ്പറേഷൻ ആണ് കാണുന്നത്. ഇല്ല വെച്ചൊരു ഫാമിലിയിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട്
ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന എനർജി കാണാണ്ട്. അപ്പോൾ ഈ മാസം ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. ഇത് കുറേ പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. ഫെബ്രുവരിയിൽ തന്നെ ആയിരിക്കും ഇത് വരുന്നുണ്ടാവുക. അപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു പുതിയ ഓഫർ കാണുന്നു. ഇതൊരു ജോലിയുടെ ഓഫറും ആവാം, ഒരു ക്രിയേറ്റീവ് ഓഫർ ആവാം. പക്ഷേ ഞാനിവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് കാണുന്നുണ്ട്. ഒരു പേരൻറ്റിൻ്റെ എനർജിയാണ് ഇത്. അപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടാവാം. ഞാൻ കാണുന്നത് ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. കാര്യങ്ങൾ മുമ്പോട്ട് പോണു. കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കുറേ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. കുറേ ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ട് ഇവിടെ. ഫ്യൂച്ചറിൽ 3 of Swords. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പുതിയ തുടക്കം എവിടെയോ ഇവിടെ ഒരു എൻഡിങ്ങും കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ പുതിയ തുടക്കം ഒരു ലസ്റ്റ് ബേസ്ഡ് എനർജിയാണ്. ഫിസിക്കൽ അട്രാക്ഷൻ്റെ ബേസിസിലാണ് അത്. ഇമോഷണലി ചിലപ്പോൾ ഇതങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടാവണു. നിങ്ങൾ ഇവിടെ ഒരു എൻഡിങ് ആദ്യം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കണു, മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് 3 of Swords ഒരു പാസ്റ്റ് എനർജി തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ പുതിയ തുടക്കം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്, ഇത് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേന്ന്. എന്താ വെച്ചാൽ മുമ്പേയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊരു പേടി. ഈ 3 of Swords ആക്ച്വലി ഒരു പുതിയ പേഴ്സൺ നിങ്ങളെ ബിട്രേ ചെയ്യണ എനർജി അല്ല. പക്ഷേ എവിടെയോ പാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തിരിച്ച് നിങ്ങളുടെ മനസ്സിൽ വരണോ, അത് അങ്ങനെ തന്നെ ഒരു സിറ്റുവേഷൻ ആദ്യം എൻ്റെ ലൈഫിൽ ഉണ്ടാവുമോ. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ഒരു ഫ്യൂച്ചർ ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി അല്ല. ആക്ച്വലി ഇതൊരു പാസ്റ്റ് ഹാർട്ട് ബ്രേക്ക് തിരിച്ചു വരണ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരും ബിട്രേ ചെയ്യണില്ല, പക്ഷെ നിങ്ങൾക്കൊരു പേടിയുണ്ട് ഇത് അങ്ങനെ തന്നെ ആവുമോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മുമ്പേയും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജി വരണു. പാസ്റ്റിൻ്റെ ഇഷ്യൂസിൻ്റെ കാരണം നിങ്ങളിപ്പോൾ പുതിയ തുടക്കം വരുമ്പോൾ അതിലും നിങ്ങൾക്ക് പാസ്റ്റിൻ്റെ തന്നെ കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കണത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പേടി. എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്? പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ ലവിൻ്റെ എനർജി കാണില്ല. അത് ചിലപ്പം ഫ്യൂച്ചറിൽ ലവിൽ കൺവേർട്ട് ആവാം. പക്ഷേ ഫെബ്രുവരിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ അത് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടെന്നാണ് നിങ്ങളുടെ ഡിസിഷൻ ഉണ്ടാവുക. അപ്പോൾ ചാലഞ്ച് നിങ്ങൾക്ക് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ചാലഞ്ചിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, സെൽഫ് കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ ആവാം. ഞാനിവിടെ കാണുന്നത് ഒരു 7 of Pentaclesൻ്റെ എനർജിയാണ്. എവിടെയോ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഒരു നല്ല പാർട്ട്ണർ, ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ട്. കിങ് ഓഫ് വാൻഡ്സ് ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള പേടി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷെ എന്തോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പേജ് ഓഫ് സോഡ്സ്, കുറേ ഒരു ഹെസിറ്റേഷൻ ഉണ്ട് മുമ്പോട്ട് പോവാൻ. മെജിഷ്യൻ, ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യമില്ല. അപ്പോൾ അഡ്വൈസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അഡ്വൈസ് ഇവിടെ വന്നിരിക്കണ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വേണം ഡിസിഷൻ എടുക്കുക. പക്ഷേ ഈ സിറ്റുവേഷൻ, ഈ ഓപ്പർച്യൂണിറ്റി തിരിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളിത് മിസ് ചെയ്താൽ ചിലപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം വേണം ഡിസിഷൻ എടുക്കുക. 6 of Swords, യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറയണത്. പാസ്റ്റിനെ വിട്ടിട്ട് ഇപ്പോൾ വരാൻ പോണ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി കുറേ ഒരു പീസ്ഫുൾ സമയമാണ്. പക്ഷേ നിങ്ങൾക്കാണ് തീരുമാനം എടുക്കേണ്ടത്. എന്താ വെച്ചാൽ നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആവാണ്ട് മുമ്പോട്ട് പോവണ തീരുമാനം എടുത്താലേ ഈ സിറ്റുവേഷൻ മുമ്പോട്ട് പോകൂ. പക്ഷേ നിങ്ങൾ എന്താ തീരുമാനിക്കുകയെന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് വേണം, ഒരു ക്ലാരിറ്റി വേണം.
നിങ്ങളുടെ അടുക്ക് ചിലവർക്ക് ഈ സിറ്റുവേഷനിൽ താല്പര്യം ഉണ്ടാവില്ല. അത് ആണെച്ചാലും അതിലും ക്ലാരിറ്റി വേണം. ഓക്കെ, നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതുമാതിരി ഒരു ക്ലിയർ ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ എന്താണ് ഇവിടെ ഹിഡൻ ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 of Pentacles ആണ്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്, ഒരു ലോസിൻ്റെ എനർജി. അത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി കാരണമാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി വരാൻ പോണത് ഒരു റിലേഷൻഷിപ്പാണ്. ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് വരണേ നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ചില കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റ് ആണ്. അതുമാത്രമല്ല, നിങ്ങളുടെ പാസ്റ്റ് ഇപ്പോഴും നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഈ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യണു. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു ഫെയർ ആയിട്ടൊരു ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. എന്താണ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് ഔട്ട്കം വരുന്നത് കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഒരു വെരി പ്രാക്ടിക്കൽ എനർജിയാണ്. പ്രാക്ടിക്കൽ അപ്രോച്ചാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഇമോഷണലി നിങ്ങൾ തീരുമാനം എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റ് എപ്പോഴും നിങ്ങളുടെ കറണ്ട് എനർജീനെ ബ്ലോക്ക് ചെയ്യും. 10 of Wands യൂണിവേഴ്സ് നിങ്ങളോട് പറയണ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങളുടെ പാസ്റ്റിൻ്റെ ബാഗേജിനെ വിടുക. ആ സിറ്റുവേഷൻ നിങ്ങളുടെ പാസ്റ്റിലായിരുന്നു, ഇപ്പോൾ അതിനെ മുമ്പോട്ടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാണ്ട് ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലായിട്ടൊരു ഡിസിഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. 5 of Swords ഇവിടെ കുറച്ച് നെഗറ്റീവ് എനർജീസും ഉണ്ട്. ഈ നെഗറ്റിവിറ്റി എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്? 6 of Pentacles. അപ്പോൾ ഞാൻ കാണുന്നത് കുറേ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ചില നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ട്. ചിലവർ നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, നിങ്ങൾ അറിയാണ്ട് ഗോസിപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അതൊക്കെ വിട്ടിട്ട്, എന്താ വെച്ചാൽ പാസ്റ്റിലും അഗൈൻ നിങ്ങളുടെ പാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിലും കുറേ വഴക്കുണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ബ്ലോക്കായി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ ഹെൽപ്പ് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കുക, ഫാമിലിയുടെ ഹെൽപ്പ് എടുക്കുക. ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക വെച്ചാൽ അതുമാതിരി ഒരു വേറെ ആളുടെ ഹെൽപ്പ് എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂവ് ഓൺ ചെയ്യാൻ കുറച്ചുകൂടിയും ഒരു ഈസി ആവും. ഞാനിവിടെ കാണുന്നത് കുറേ അബണ്ടൻസ് ആണ് വരാൻ പോണേ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ മുമ്പോട്ടേക്ക് പോയാൽ. അപ്പോൾ എന്താണ് ഇവിടെ ഓറക്കിൾ കാർഡ് വന്നിരിക്കണേ? ഡോഗ്, ഫാർ അവേ, എ ഡിസ്റ്റന്റ് ഫ്രണ്ട് ഇസ് തിങ്കിങ് ഓഫ് യു. അപ്പോൾ ഏതോ ഒരു ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യണു. ക്രിബ്, ബർത്ത് ഓർ കൺസെപ്ഷൻ ഓഫ് എ ചൈൽഡ് ഓർ എൻ്റർപ്രൈസ്. അപ്പോൾ ഇതൊരു പുതിയ ബിസിനസ് എനർജിയാണ്, ജോബിൻ്റെ എനർജിയാണ്, അതല്ല ഒരു പുതിയ റിലേഷൻഷിപ്പും ആവാം, ഒരു ചൈൽഡിൻ്റെ എനർജി. അപ്പോൾ പ്രഗ്നൻസിയുടെ എനർജിയും ഉണ്ട് ഇവിടെ. സൺറൈസ്, ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ വെഞ്ചേഴ്സ്, ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ലിയോ. എന്താണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്? ഓറക്കിൾ മെസ്സേജ് പറയുന്നത് ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. ഓക്കെ, ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ലിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.